ഹായ് ഓൾ, ഐ+ൻ്റെ ബാങ്കിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ബാങ്കിങ്ങിലെ സോഷ്യൽ ബാങ്കിങ്ങിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നോക്കാം. ക്ലാസ്സിലേക്ക് പോകാം. സോഷ്യൽ ബാങ്കിങ് എന്താണ്? സോഷ്യൽ ബാങ്കിങ്, ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ബാങ്കിങ് was to provide the banking for poor population working for their developmental needs, providing them with the easy formal credit, minimum requirement to open accounts, ഈസി ഓഫ് ആക്സസ് ആൻഡ് ഫ്രണ്ട്ലി സ്റ്റാഫ്. അപ്പോൾ ഈ സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിരിക്കുന്നത് പാവപ്പെട്ട ജനതയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഡെവലപ്മെൻറ്റൽ നീഡ്സിന്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫോർമൽ ക്രെഡിറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഈസി ആയിട്ട് അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി, വായ്പാ സൗകര്യങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അത് മിനിമം റിക്വയർമെൻറ്റോടുകൂടി അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാനും, അതുപോലെ ഈസി ഫോർ ആക്സസ് എന്താണ് അവർക്ക് ബാങ്കിങ് സൗകര്യത്തിലേക്ക് എളുപ്പം ചെന്നെത്തുവാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചേരുന്നതാണ് ഇത് സോഷ്യൽ ബാങ്കിങ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി the process of fulfilling the social obligation by banks is called social banking. അപ്പോൾ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ബാങ്കിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെയാണ്, ആ എൻ്റെ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് വിച്ച് കാറ്റേഴ്സ് ദ എക്സ്പെഷ്യലി ടു ദ ഡെവലപ്മെൻറ്റ് നീഡ് ഓഫ് പുവർ. അപ്പോൾ പാവപ്പെട്ട ജനതയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ബാങ്കിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ പോവേർട്ടി അലിവേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, പ്രൊവൈഡിങ് എനർജി ഫോർ വില്ലേജേഴ്സ്, ഗ്രാമീണ ജനതകൾക്ക് എന്താണ് എനർജി സ്രോതസ് അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ് പ്രൊവൈഡ് ചെയ്യുക, വൈദ്യുതി എത്തിക്കുക, ജലസ്രോതസ് അല്ലെങ്കിൽ കുടിവെള്ളം സൗകര്യം എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ ബാങ്കിങ്ങിൻ്റെ ഭാഗം കൂടിയാണ്. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അർബൻ ആൻഡ് റൂറൽ ലിവിങ് കണ്ടീഷൻസ് ആൻഡ് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. മാത്രമല്ല ഈ ഒരു സോഷ്യൽ ബാങ്കിങ് വഴിയിട്ട് റൂറൽ ജനതയുടെ ലിവിങ് കണ്ടീഷൻസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റീസ് ഓഫ് സോഷ്യൽ ബാങ്കിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ്, ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ്, സോഷ്യൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് ചെയ്തത് നോക്കാം. ടു പ്രൊവൈഡ് ദ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു സ്മോൾ ഫാർമേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ആർക്കാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്? സ്മോൾ ഫാർമേഴ്സിനാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, സ്മോൾ ഫാർമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അതുപോലെ സ്മോൾ ട്രേഡേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. കോട്ടേജ് ഇൻഡസ്ട്രീസ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പേഴ്സൺസ്, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, വായ്പ കൊടുക്കുന്നു. ടു ഗീവ് പ്രയോറിറ്റി ടു ഇൻഡസ്ട്രീസ് വിച്ച് പ്രൊഡ്യൂസ് എസെൻഷ്യൽ ഗുഡ്സ്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ, അത്യാവശ്യ ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് പ്രയോറിറ്റി കൊടുക്കുന്നു. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫോർ ദ വെൽഫെയർ ഒബ്ജക്റ്റീവ് അസിസ്റ്റൻസ്. അപ്പോൾ സമൂഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ ബാങ്കിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക സ്മോൾ ഫാർമേഴ്സിന്, അതേപോലെ സ്മോൾ ട്രേഡേഴ്സിന്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, സെൽഫ് എംപ്ലോയിഡ് സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ടു ഗീവ് പ്രയോറിറ്റി ഇൻഡസ്ട്രീസിന് എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രയോറിറ്റി ഇൻഡസ്ട്രീസിന് മുൻഗണന കൊടുക്കുക. ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ് വെൽഫെയർ ഒബ്ജക്റ്റീവ്സ് അസിസ്റ്റൻസ് നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് നൽകുക. ഓക്കെ, ഇനി മേജർ സോഷ്യൽ ബാങ്കിങ് സ്കീംസ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സോഷ്യൽ ബാങ്കിങ് സ്കീമുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തത് ലീഡ് ബാങ്ക് സ്കീമാണ്. ലീഡ് ബാങ്ക് സ്കീം നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ലീഡ് ബാങ്ക് സ്കീം. അപ്പോൾ പ്രധാനപ്പെട്ട സോഷ്യൽ ബാങ്കിങ് സ്കീംസിൽ ഒന്നാമത്തത് ലീഡ് ബാങ്ക് സ്കീം. രണ്ടാമത്തത് സർവീസ് ഏരിയ അപ്രോച്ച് അഥവാ SAA. വില്ലേജ് അഡോപ്ഷൻ സ്കീം പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ഉണ്ട്, വില്ലേജ് അഡോപ്ഷൻ പ്രോഗ്രാം ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വില്ലേജ് അഡോപ്ഷൻ സ്കീമാണ്. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം, DRI സ്കീം എന്ന് പറയും. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്വയം സഹായ സംഘങ്ങൾ അഥവാ ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം IRDP, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് അർബൻ പുവർ SCPUP, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് യൂത്ത് SEEUY,
ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രിസം. അപ്പോൾ ഈ ഇത്രയും പ്രോഗ്രാമുകളാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ ബാങ്കിങ്ങിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം, സോഷ്യൽ ബാങ്കിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ അല്ലെ സ്കീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ പറഞ്ഞു ലീഡ് ബാങ്ക് സ്കീം, 2 സർവീസ് ഏരിയ അപ്രോച്ച്, വില്ലേജ് അഡോപ്ഷൻ സ്കീം, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം, പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അഥവാ ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് അർബൻ പുവർ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത്, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഈ ഇത്രയും പ്രോഗ്രാമുകളാണ് സോഷ്യൽ ബാങ്കിങ് സ്കീമിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അതിൽ ഓരോ സ്കീമിനെ പറ്റിയും വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വരുന്ന സ്കീമാണ് ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് ഈസ് എ ബാങ്ക് വിച്ച് കോർഡിനേറ്റ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എ ഡിസ്ട്രിക്റ്റ്. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് ആ ജില്ലയുടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രത്യേക ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ലീഡ് ബാങ്ക്. അപ്പോൾ ലീഡ് ബാങ്ക് എന്താണ്? ഒരു ജില്ലയിലെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ബാങ്കിനെ ലീഡ് ചെയ്യുന്ന ബാങ്കിനെ വിളിക്കുന്ന പേരാണ് ലീഡ് ബാങ്ക്. A study group on the organizational framework for the implementation of social objectives headed by Professor D.R. Gadgil first recommended the adoption of ഏരിയ അപ്രോച്ച്. അപ്പോൾ ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ഏരിയയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്ന സ്കീം ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് D.R. ഗാഡ്ഗിലാണ്. അപ്പോൾ ഏരിയ അപ്രോച്ച് ഓർത്തിരിക്കുക, ഏരിയ അപ്രോച്ച് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തത് പ്രൊഫസർ D.R. ഗാഡ്ഗിലാണ്. യെസ്, അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ടീം എന്താണ്? ഓർഗനൈസേഷൻ ഫ്രെയിംവർക്ക് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ആ ഒരു സ്റ്റഡി ടീമിൻ്റെ ഹെഡായിരുന്നു പ്രൊഫസർ D.R. ഗാഡ്ഗിൽ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്ന സ്കീം റെക്കമെൻഡ് ചെയ്തത് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലയിലെ ബാങ്കിങ് അതേപോലെ തന്നെ വായ്പാ സ്ട്രക്ചർ, ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അത്തരത്തിലുള്ള ബാങ്കുകളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ ബാങ്കുകൾ കൂടുതൽ ആ പറയുന്ന റൂറൽ ഏരിയയിൽ വന്നാൽ മാത്രമേ ഗ്രാമീണ ജനതയിലേക്ക് പണം എത്തുകയുള്ളൂ. അതിലൂടെ മാത്രമേ ആ നാടിന്, ആ ഒരു പ്രത്യേക പർട്ടിക്കുലർ ഏരിയയിൽ വികസനം ഉണ്ടാവുകയുള്ളൂ. അതിനെയാണ് നമ്മൾ ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, എ കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം. അപ്പോൾ അടുത്ത കമ്മിറ്റിയാണ്, നമ്മൾ നേരത്തെ D.R. ഗാഡ്ഗിലിൻ്റെ കമ്മിറ്റിയാണ് പഠിച്ചത്, അത് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഏരിയ അപ്രോച്ച്. ഇനി അടുത്ത കമ്മിറ്റിയാണ് എ കമ്മിറ്റി ഓൺ ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം. അപ്പോൾ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ബ്രാഞ്ച് ബാങ്കിങ് സിസ്റ്റത്തിലാണ് ഇന്ത്യയിലെ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. ഏത്? RBI, റിസർവ് ബാങ്ക് അപ്പോയിൻറ്റ് ചെയ്തു. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ്, ആരുടെ ചെയർമാൻഷിപ്പിലാണ്? നരിമാൻ്റെ ചെയർമാൻഷിപ്പിലാണ്, FKF നരിമാൻ്റെ ചെയർമാൻഷിപ്പിലാണ് അപ്പോയിൻറ്റ് ചെയ്ത്, അദ്ദേഹത്തെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഓർത്തിരിക്കുക, RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്? യെസ്, RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. നരിമാനെയാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ആ കമ്മിറ്റിയെ നരിമാൻ കമ്മിറ്റി എന്നാണ് വിളിച്ചിരുന്നത്. കമ്മിറ്റിയുടെ പേര് ഓർത്തിരിക്കുക, കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അപ്പോൾ ഈ പറയുന്ന കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഇതിനെ അപ്പോയിൻറ്റ് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ചെയർമാൻഷിപ്പ് FKF നരിമാനാണ്. അതുകൊണ്ട് തന്നെ നരിമാൻ കമ്മിറ്റി എന്ന് വിളിച്ചിരുന്നു. ഇനി എൻഡോസ് ദ ഐഡിയ ഇൻ November
1969. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വച്ചത് ഏത് മാസമാണ് എന്ന് വെച്ചാൽ നവംബർ 1969. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച ലീഡ് ബാങ്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഈ ഒരു കമ്മിറ്റിയാണ്, അഥവാ നരിമാൻ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഈ കമ്മിറ്റിയാണ് ലീഡ് ബാങ്ക് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇറ്റ് ഓൾസോ റെക്കമെൻഡഡ് ദാറ്റ് ഈച്ച് ബാങ്ക് ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ സർട്ടൺ ഡിസ്ട്രിക്ട്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ ബാങ്കിനും ഓരോ ജില്ലയുടെ വികസനത്തെ ആസ്പദമാക്കിയിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ ഒരു ജില്ലയുടെ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു പർട്ടിക്കുലർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡ് ബാങ്ക്. അപ്പോൾ നമുക്കറിയാം ഒരു ജില്ലയിൽ ചിലപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവും, യൂണിയൻ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവും, കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാവും, അങ്ങനെ പല ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ ഉണ്ടാവും. പക്ഷേ ചില ബാങ്കുകളുടെ ബ്രാഞ്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് യൂണിയൻ ബാങ്കിൻ്റെ ബ്രാഞ്ച് കൂടുതലാണ്, കാരണം എറണാകുളം ജില്ലയുടെ ലീഡ് ബാങ്ക് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്കാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ബാങ്കിന്, ആ ഒരു പർട്ടിക്കുലർ ബാങ്കിന് കൂടുതൽ ATMകളും കൂടുതൽ ബ്രാഞ്ചുകളും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ലീഡ് ബാങ്കായിട്ട്, ആ ജില്ലയുടെ കൂടുതൽ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലീഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ലീഡ് ബാങ്ക് സ്കീം കൊണ്ടുവന്നത് നരിമാൻ കമ്മിറ്റിയാണ്. ഇൻ ടേംസ് ഓഫ് ദ എബോവ് റെക്കമെൻഡേഷൻ, ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻസിന്റെ പ്രകാരം ലീഡ് ബാങ്ക് സ്കീം റിസർവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡിസംബർ 1969. അപ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ലീഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് അപ്പോയിന്റ് ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ FKF നരിമാൻ, അഥവാ നരിമാൻ കമ്മിറ്റി എന്ന് നമ്മൾ വിളിച്ചിരുന്നു. ഈ ഒരു ആശയം, ഈ ഒരു കമ്മിറ്റി മുന്നോട്ട് വെച്ചത് നവംബർ 1969. അത് പ്രകാരം ഒരു ജില്ലയുടെ വികസനത്തിന് പർട്ടിക്കുലർ ആയിട്ട് മുൻതൂക്കം കൊടുക്കുന്ന ബാങ്കിനെ ലീഡ് ബാങ്ക് എന്ന് വിളിക്കാം. ഈ ഒരു സ്കീം, ലീഡ് ബാങ്ക് സ്കീം റിസർവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസംബർ 1969. നെക്സ്റ്റ്, ലീഡ് ബാങ്ക് സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 1969. 1969 ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് അഡ്രസ്സിംഗ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി ആൻഡ് റേസിംഗ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ദ പുവർ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ലീഡ് ബാങ്ക് സ്കീം വന്നത് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം, അതുപോലെ തന്നെ ദാരിദ്ര്യം, പോവേർട്ടി, അതുപോലെ റേസിംഗ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് പുവർ, അത് പാവപ്പെട്ട ജനതയുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഗ്രാമീണ ജനതയിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്ന സ്കീം 1969 ലോഞ്ച് ചെയ്തത്. അണ്ടർ ദ സ്കീം ഈച്ച് ഡിസ്ട്രിക്ട് വാസ് അസൈൻഡ് ടു എ ഡിഫറെന്റ് ബാങ്ക് ടു ആക്ട് ആസ് കൺസോർഷ്യം ലീഡർ ടു കോർഡിനേറ്റ് ദ എഫേർട്സ് ഓഫ് ഓൾ ദ ബാങ്ക്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, ലീഡ് ബാങ്ക് സ്കീം വരുമ്പോൾ ഒരു ജില്ലയുടെ വികസനത്തിന് വേണ്ടി പല ബാങ്കുകളിൽ ഒരു ബാങ്കിനെ കൺസോർഷ്യം ലീഡറായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുകയും ആ ബാങ്ക് ആ ഒരു പർട്ടിക്കുലർ ജില്ലയുടെ കൂടുതൽ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ബ്രാഞ്ച് എക്സ്പാൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബാങ്കിനെയാണ് നമ്മൾ ലീഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൽ ഒരു ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ബാങ്കിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ബാങ്ക് കൂടുതൽ ആ ജില്ലയിലെ ബ്രാഞ്ചുകളും ATMകളും മറ്റു സൗകര്യങ്ങളും കൊണ്ടുവന്ന് ബ്രാഞ്ച് എക്സ്പാൻഷനൊക്കെ നടത്തി കൂടുതൽ ക്രെഡിറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള ബാങ്കിനെയാണ് നമ്മൾ ലീഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് SLBCയുടെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. SLBCയുടെ ഫുൾ ഫോം സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. അപ്പോൾ SLBCയുടെ ഫുൾ ഫോം സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. SLBC came into existence under the ലീഡ് ബാങ്ക് സ്കീം. അപ്പോൾ ഈ ലീഡ് ബാങ്ക് സ്കീം വന്നതോടുകൂടിയാണ് SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി നിലവിൽ വന്നത്. ആസ് പെർ ദ RBI ഗൈഡ് ലൈൻസ്, RBIയുടെ നിർദ്ദേശം അനുസരിച്ച്. SLBC is an inter-institutional forum of state level ensuring the coordination between the government and bank
ഓൺ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ദ ബാങ്കിങ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുക, അവിടുത്തെ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർക്കാരും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഫോറമാണ് SLBC എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ബാങ്കുകളും അതേപോലെ ഗവൺമെൻറ്റും ചേർന്ന് ഈ പറയുന്ന ബാങ്കിങ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫോറത്തെയാണ് നമ്മൾ SLBC അഥവാ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. യെസ്. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിക്ട് ആൻഡ് ലീഡ് ബാങ്ക് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ നിലവിൽ ഡിസ്ട്രിക്റ്റുകളും ലീഡ് ബാങ്ക് റെസ്പോൺസിബിലിറ്റീസും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. ചില ഈ SLBC ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്, കാലക്രമേണയുള്ള മാറ്റങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ലീഡ് ബാങ്കാണ്. കൊല്ലത്തെ ലീഡ് ബാങ്കാണ് ഇന്ത്യൻ ബാങ്ക്. ഇനി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇടുക്കിയും എറണാകുളവും യൂണിയൻ ബാങ്ക്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് കാനറ ബാങ്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജില്ലയും അതിനാസ്പദമാക്കിയിട്ടുള്ള ലീഡ് ബാങ്കുകളും. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന സ്ലൈഡാണ്. അപ്പോൾ ഈ ഒരു ജില്ലയ്ക്ക് ആ ജില്ലയുടെ വികസനത്തിന് ചില ബാങ്കുകളുടെ ബ്രാഞ്ചുകളും ATMും കൂടുതലായിരിക്കും. ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് എറണാകുളം ജില്ലയുടെ ലീഡ് ബാങ്ക് എന്ന് പറയുന്നത് യൂണിയൻ ബാങ്കാണ്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ലീഡ് ബാങ്ക് എന്ന് പറയുന്നത് കാനറ ബാങ്കാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ലീഡ് ബാങ്ക് സ്കീം. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഹൈ ലെവൽ കമ്മിറ്റി അത് വർഷങ്ങൾക്ക് ശേഷം ലീഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശകലനം നടത്തുവാനായിട്ട് നിയമിച്ച കമ്മിറ്റിയാണ്. 2007 എ ഹൈ ലെവൽ കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീമതി ഉഷ താരോട്ട്. ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ 2007 ചെയർമാൻഷിപ്പ് ആരുടെ ചെയർമാൻഷിപ്പിലാണ്? ഉഷ താരോട്ടിൻ്റെ ചെയർമാൻഷിപ്പിൽ ഈ ലീഡ് ബാങ്ക് സ്കീമിനെ പറ്റി പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഉഷ താരോട്ട് ആരായിരുന്നു? ഡെപ്യൂട്ടി ഗവർണറായിരുന്നു, റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിരുന്നു. ടു റിവ്യൂ ദ ലീഡ് ബാങ്ക് സ്കീം വിച്ച് ഈസ് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1969 ഡിസംബർ. അപ്പോൾ 1969 ഡിസംബറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലീഡ് ബാങ്ക് സ്കീമിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള ഉഷ താരോട്ടിനെ കമ്മിറ്റി ശുപാർശ ചെയ്തു. അവർ 2007 ഇതിനെപ്പറ്റി സ്റ്റഡി നടത്തി. അപ്പോൾ ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ലീഡ് ബാങ്കിൻ്റെ ചെയർമാൻ ആരാണെന്ന് വേണമെങ്കിൽ പരീക്ഷ ക്വസ്റ്റ്യൻ വരാം. ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ചെയർമാൻ ആരാണ്? ശ്രീമതി ഉഷ താരോട്ട്. വന്ന വർഷം 2007. നെക്സ്റ്റ്, അപ്പോൾ അത്രയാണ് ലീഡ് ബാങ്ക് സ്കീമിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ലീഡ് ബാങ്ക് സ്കീം നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. യെസ്, ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് വിച്ച് കോർഡിനേറ്റ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ എ ഡിസ്ട്രിക്റ്റ് ഈസ് കോൾഡ് ലീഡ് ബാങ്ക്. ലീഡ് ബാങ്കുമായി അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഏരിയ അപ്രോച്ച് ആയിരുന്നു. ഏരിയ അപ്രോച്ച് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തത് പ്രൊഫസർ DR ഗാഡ്ഗിലാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കമ്മിറ്റി ഓഫ് ബാങ്കേഴ്സ് ഓൺ ബ്രാഞ്ച് എക്സ്പാൻഷൻ പ്രോഗ്രാം ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് വരുന്നത്. അത് റിസർവ് ബാങ്ക് ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് FKF നരിമാൻ ആയിരുന്നു. അതിനെ നരിമാൻ കമ്മിറ്റി എന്ന് പറയുന്നു. അങ്ങനെയാണ് ഒരു ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ലീഡ് ബാങ്ക് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഈ ഒരു സ്കീം റിസർവ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിസംബർ 1969 ലീഡ് ബാങ്ക് ലോഞ്ച് ചെയ്തത് 1969. പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, പോവർട്ടി, ദാരിദ്ര്യം, അതേപോലെ തന്നെ
സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഗ്രാമീണ ജനതയുടെ അല്ലെങ്കിൽ പാവപ്പെട്ട ജനതയുടെ അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ലീഡ് ബാങ്ക് സ്കീം വന്നിരിക്കുന്നത്. ഇനി ലീഡ് ബാങ്ക് സ്കീം അസൈൻ ചെയ്യുന്നത് പർട്ടിക്കുലർ ബാങ്കുകൾക്ക് കൺസോർഷ്യം ലീഡറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജില്ലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ബ്രാഞ്ചസും ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലീഡ് ബാങ്ക് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ ലീഡ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. SLBC എക്സിസ്റ്റൻസ് അണ്ടർ ദ ലീഡ് ബാങ്ക് സ്കീം RBI ഗൈഡ് ലൈൻസ് പ്രകാരം ലീഡ് ബാങ്ക് സ്കീമിന് വേണ്ടിയിട്ടാണ് ഈ SLBC എന്ന് പറയുന്ന കമ്മിറ്റിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് പ്രകാരം ഗവൺമെൻറ്റും ബാങ്കുകളും കൂടി ചേർന്നിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ബാങ്കിങ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ ലീഡ് ബാങ്കുകളെ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. ഗവൺമെൻറ്റും ബാങ്കുകളും ചേർന്നിട്ടുള്ള കമ്മിറ്റിയാണ്. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിക്റ്റും നമ്മൾ ലീഡ് ബാങ്ക് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറഞ്ഞു. കേരളത്തിലെ വിവിധ ജില്ലകളും അതിന് അനുസൃതമായിട്ടുള്ള ലീഡ് ബാങ്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ലീഡ് ബാങ്കുകളുടെ ആശയം അല്ലെങ്കിൽ ലീഡ് ബാങ്കുകളുടെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസംബർ 1969 വന്ന ലീഡ് ബാങ്ക് ഫെസിലിറ്റിയെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യാനായിട്ട് 2007 നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള ഉഷ താരോട്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സർവീസ് ഏരിയ അപ്രോച്ചാണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.